പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. അമ്മ ഏതു ഭാഷയിലായാലും ഏതു രാജ്യത്തായാലും ഏതു സംസ്കാരത്തിലായാലും വിലമതിക്കാനാവാത്ത വാക്കാണത്. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ അമ്മ മാത്രം. അമ്മ തരുന്ന ഏതു ഭക്ഷണത്തിനും രുചിയും കൂടും. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ വിശപ്പടക്കാൻ അമ്മ തരുന്ന അമൃതാണ് അമ്മിഞ്ഞപ്പാൽ അഥവാ മുലപ്പാൽ. മുലപ്പാലിന്റെ വിശേഷ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. മുത്തശ്ശിമാർ തൊട്ട് ശാസ്ത്രജ്ഞർ വരെ ഒരുപോലെ അത് സമ്മതിക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണിസെഫും പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകണമെന്നാണ്. 6 മാസത്തേക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും അമ്മയ്ക്ക് കൊടുക്കാൻ പാലില്ലാത്ത പക്ഷം മാത്രം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാവൂ. കുഞ്ഞിന് എപ്പോഴൊക്കെ വിശക്കുന്നുവോ അപ്പോഴൊക്കെ മുലപ്പാൽ മാത്രം നൽകുക. 6 മാസം തൊട്ട് 2 വയസ്സോ അതിൽ കൂടുതലോ മുലപ്പാൽ നൽകാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്നത്. മുലപ്പാൽ കുഞ്ഞിന് പ്രതിരോധശേഷി, ദഹനശേഷി മുതലായവ വർദ്ധിക്കാനും തലച്ചോറിന്റെ വളർച്ചയിൽ ഗണ്യമായ പങ്കുവഹിക്കാനും സഹായിക്കുന്നു. മാത്രവുമല്ല ഭാവിയിൽ ആസ്മ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ക്യാൻസർ തുടങ്ങിയവ ഒരു പരിധിവരെ അകറ്റി നിർത്താനും സഹായിക്കും. കൂടുതലായി മുലയൂട്ടുന്ന അമ്മമാരിൽ സ്തനാർബുദം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടെങ്കിലും ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത ശൈലിയിൽ പല അമ്മമാരും ഇത് ബോധപൂർവം മറക്കുന്നു. ഓർക്കുക, അമ്മ എന്ന വാക്കിന്റെ മഹത്വം തുടങ്ങുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ്. ആ ബന്ധത്തിന് അടിത്തറയിടുന്നത് മുലപ്പാലും. ഓരോ കുഞ്ഞും പൂർണ്ണ ആരോഗ്യവാനായി വളരാൻ എത്നിക് ഹെൽത്ത് കോട്ട് സദാ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ അമ്മമാരിലേക്കും ഈ വീഡിയോ എത്തിക്കൂ. ഓരോ അമ്മയും തന്റെ കുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചോട് പിടിക്കട്ടെ.